അണ്ണാ, അണ്ണന്റെ വാച്ച്മാനൊരു മോശം. രാവിലെ മുതൽ ഞങ്ങളിവിടെ നിൽക്കുക. എന്നാ ഗേറ്റ് ഒന്ന് തുറന്നു തരാൻ പറഞ്ഞു, തുറന്നില്ല. എന്നാ ഈ 2 ദോശയും ചായയും പുറത്തേക്ക് തരാൻ പറഞ്ഞു, അതും തന്നില്ല. കാഞ്ഞ വയറാ. നിനക്കൊക്കെ വെച്ച് വിളമ്പി തരാൻ ഇതെന്തോ കൊട്ടാരം വക ഊട്ടുവരെയോ? അപ്പോ അണ്ണൻ വലിയ രാജാവാണെന്ന് പറയുന്നതോ? ഡാടാ, കൂടുതൽ സോപ്പും വേലയൊന്നും വേണ്ട. വന്ന കാര്യം എനിക്ക് മനസ്സിലായി. കോളേജ് ഇലക്ഷൻ നടന്നു, പതിവ് പോലെ നിങ്ങൾ തോറ്റു. ഇന്ന് യൂണിയൻ ഉദ്ഘാടനമാണ്. അത് കല്ലെറിഞ്ഞ് കലക്കണം അല്ലേ? അതെ. അയ്യടാ, ഞാനില്ല. ഞാനിതൊക്കെ നിർത്തിയിരിക്കുക. ദൈവനോട് ചോദിക്കേ, അച്ഛൻ തമ്പുരാൻ ഇന്ന് രാവിലെ എന്തോ പറഞ്ഞേ? പിന്നെ ഒരു അലമ്പിലും ചെന്ന് പെടരുത്, പുണ്യാളനായി ജീവിച്ചോണം, എന്തോ പാര വരുന്നുണ്ടെന്ന് കേട്ടോ? ഞാൻ രാവിലെ കുളിച്ചു തൊഴുത് പുണ്യാളനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ദയവ് ഇതെന്നെ പിഴയാക്കരുത് പ്ലീസ്. ഇത് റിക്വസ്റ്റാ. ഇവിടെ നിറഞ്ഞില്ലെങ്കിലും ഒന്ന് ലീഡ് ചെയ്ത് തന്നാ മതി. ജസ്റ്റ് എ മോറൽ സപ്പോർട്ട്. അത് തന്നെയുമല്ല, മുഖ്യമന്ത്രി എറിയാൻ കിട്ടുന്ന ഒരു സുവർണാവസരമാണിത്. ഇവിടുന്ന് എറിയുന്നത് കാണാൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പെണ്ണുങ്ങളെല്ലാം കാണും. സുധർമ്മ, മേരി ജോൺ, നമ്മുടെ ജെസി. ഇത്രയും സമയം ഞാൻ അത് ആലോചിക്കുകയായിരുന്നു. തമ്പുരാനെ പോലെയുള്ള വലിയൊരാളൊരു കാര്യം പറയുമ്പോ എങ്ങനെയാ വയ്യാന്ന് പറയുന്നത്? പക്ഷേ എന്റെ പൊസിഷൻ കൂടി തമ്പുരാൻ ഒന്ന് മനസ്സിലാക്കണം. ഇലക്ഷനിൽ നമ്മുടെ കക്ഷി ജയിക്കുമെന്നുള്ളത് ഉറപ്പാ. അതിലെനിക്ക് ടെൻഷനില്ല. കാരണം പ്രതിപക്ഷത്തിന്റെ കുഴി അവര് തന്നെ തോണ്ടിയിട്ടുണ്ട്. തമ്പുരാൻ അറിയാമോ, 40ഓളം മുൻമന്ത്രിമാര് മത്സരരംഗത്തുണ്ട്. അതിൽ 30 എണ്ണമെങ്കിലും ജയിച്ചു കയറും. എല്ലാവരും മന്ത്രിസ്ഥാനം കൊടുക്കണം. ഞാൻ എവിടെ കൊണ്ടുപോയി അക്കോമഡേറ്റ് ചെയ്യും? അതെല്ലാം പാർട്ടി പ്രസിഡന്റും നിങ്ങളും കൂടെ വിചാരിച്ചാൽ നടക്കാന്നേ ഉള്ളൂ. രാജശേഖരാ, എല്ലാം പറഞ്ഞിട്ടില്ലേ? അയ്യോ, ഞാനെല്ലാം പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോരോ ബുദ്ധിമുട്ടുകൾ. എങ്ങനെയെങ്കിലും ഇതൊന്നും നടത്തി തരണം. പണം എത്ര വേണമെങ്കിലും ഞാൻ മുടക്കാം. പണമല്ല തമ്പുരാനെ ഈ പ്രശ്നം. വിശ്വംഭര, താൻ തന്നെ പറയും, ഞാൻ എന്ത് ചെയ്യണം? തമ്പുരാനെ, 2 കാര്യങ്ങളാണ് അവിടുന്ന് ആവശ്യപ്പെട്ടത്. അതിലൊരു കാര്യം ഞങ്ങൾ സാധിച്ചു തരാം. മഹേന്ദ്രന് ഞങ്ങളൊരു സീറ്റ് കൊടുക്കാം. ജയിപ്പിച്ചെടുക്കേണ്ടത് തമ്പുരാന്റെ റിസ്ക്. പിന്നെ യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത ഒരാളെ ആഭ്യന്തരമന്ത്രിയൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരോട് ഞങ്ങൾ എന്ത് സമാധാനം പറയും? ഇത്തവണ തമ്പുരാൻ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. അതെ, മഹേന്ദ്രൻ ചെറുപ്പല്ലേ, ഇനിയും സമയമുണ്ടല്ലോ. ഈ രാജവംശത്തിലെ ഇളം തലമുറക്കാരൻ വെറും ഒരു MLA ആകാന്ന് വെച്ചാൽ വേണ്ട, അത് വേണ്ട. വക്കീലേങ്ങി തരൂ. മൂന്നാറിൽ എനിക്കൊരു എസ്റ്റേറ്റ് ഉണ്ട്, തെക്കുംകൂർ പ്ലാന്റേഷൻ. അത് ഞാൻ ഇഷ്ടദാനം തരാം. ആരുടെ പേരിൽ വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പുറത്തിരുന്ന് രാമനാമം ചൊല്ലുന്ന എന്റെ അമ്മയെ നിങ്ങൾ കണ്ടില്ലേ? അവരുടെ കണ്ണടയും മുമ്പ് മഹേന്ദ്രനെ നിങ്ങളൊരു മന്ത്രിയാക്കണം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, രാജകുമാരനാണ് മഹേന്ദ്രൻ. ജാതകദോഷം, അല്ലെങ്കിൽ ഈ നാട് ഭരിക്കേണ്ടവനാണവൻ. അവനെ നിങ്ങൾ വെറും ഒരു MLA ആക്കുന്നത് അതെനിക്ക് മാനക്കേടാ. പറയൂ, എസ്റ്റേറ്റ് ആരുടെ പേരിൽ എഴുതണം? തമ്പുരാൻ ഞങ്ങളെ അഴിമതിക്കാരാക്കിയേ അടങ്ങൂ, അല്ലേ വിശ്വംഭര? അയ്യോ, ഞാൻ വാക്ക് പറയുന്നില്ല. പോരാ, വാക്ക് പറഞ്ഞാൽ ഞാൻ ഗണിച്ചിരിക്കുന്നു. ഒരു ഒറ്റ വർഷത്തേക്ക് നിങ്ങൾ അവനെ കസേരയിലൊന്നും ഇരുത്തിയാൽ മതി. അത് കഴിഞ്ഞ് എടുത്ത് കളഞ്ഞോളൂ. തമ്പുരാൻ ഞങ്ങളെ വിഷമിപ്പിക്കും. ആട്ടെ, മഹീന്ദ്രൻ ആളെങ്ങനെയുണ്ട്? ഞാൻ കണ്ടിട്ടില്ല. നാളെ അവനെയും കൂട്ടി ഞാൻ TV-യിലേക്ക് വരാം. രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള യോഗ്യതകളൊക്കെ ഉണ്ട്. ശരി, പോട്ടെ. അവിവേകം പൊറുക്കണം തമ്പുരാനെ. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള എസ്റ്റേറ്റ് എഴുതി കൊടുത്തിട്ട് 1 വർഷത്തേക്ക് മാത്രം മന്ത്രിയാക്കണമെന്ന് പറഞ്ഞാ അത് എന്തൊരു നഷ്ടക്കച്ചവടാ. 1 കൊല്ലം അവൻ അവിടെ നിന്ന് ഇരുന്ന് കിട്ടിയാ പിന്നെ ദേവേന്ദ്രൻ വിചാരിച്ചാലും അവനെ അവിടെ നിന്ന് ഇറക്കിവിടാൻ സാധ്യമല്ല. അവൻ എന്റെ മകനാ. മനസ്സിലായോ? ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല.
മര്യാദയ്ക്ക് എന്നെ എന്റെ സ്വന്തം ജാമ്യത്തിൽ ഇറക്കി വിടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ദേണ്ട തന്റെ ആ തൊപ്പി ഞാൻ തെറിപ്പിക്കും. മിണ്ടാതെ കിടക്കട അവിടെ. എന്തോ അമ്മാവൻ മാറി നില്ലടേ, മാറി നില്ലടേ. മാറി ഇക്കടേ. എന്തോ ഒരു പ്രശ്നമില്ല സാർ, പോകാം. തൊപ്പി തെറിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞ ചുമ്മാതെ വരട്ടാനാ. പക്ഷെ ഇപ്പൊ പറയുന്നു തെറിപ്പിക്കും. എന്തോ വാടാ. അമ്മച്ചി എത്രയും പ്രിയപ്പെട്ട എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നാളെയുടെ പ്രതിനിധികളായ നിങ്ങൾ ഓരോരുത്തർക്കും പൗരബോധം അപ്പൊ അത് ശരി, ഇവനാണ് എറിഞ്ഞതല്ലേ? വേണ്ട വേണ്ട, വഴക്കൊന്നും പറയണ്ട. രാഷ്ട്രീയത്തിലിറങ്ങാൻ യോഗ്യതയുണ്ടെന്ന് പറഞ്ഞതപ്പോ കറക്റ്റാ. വാടോ, വാ, തന്നെ ഞാനൊന്ന് കാണട്ടെ. ഇരിക്കടോ. അതാരാ ഇയാൾക്ക് സിന്ദാബാദ് വിളിക്കുന്നു? അണികളാ. നല്ലത്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഇത് മാത്രം പോരാ. കുറച്ച് ഇന്ത്യാ ചരിത്രം, കുറച്ച് നമ്മുടെ പാർട്ടിയുടെ ചരിത്രം, സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇതൊക്കെ ഒന്ന് പഠിക്കണം. എവിടെയെങ്കിലും ചെന്ന് 4 വർത്താനം പറയുമ്പോ മാറാൻ പാടില്ലല്ലോ. അതൊക്കെ ഇവനെ പഠിപ്പിക്കാൻ ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുണ്ണിയാശാൻ പഴയ സ്വാതന്ത്ര്യ സമര സേനാനി, പെൻഷനും താമ്രപത്രം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമായില്ല. അക്കാലത്ത് ജയിലിൽ കിടന്ന പിടിച്ചുപറിക്കാർക്കും പോക്കറ്റടിക്കാർക്കും ഒക്കെ താമ്രപത്രം കിട്ടിയിട്ടുണ്ട്. വിവരമുള്ളവനാണോ? അയ്യോ, കുഞ്ഞുണ്ണിയാശാൻ അത്രക്കാരനല്ല. ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പോയിട്ടുണ്ട്. പാവം ഇപ്പൊ പത്നിയാ. പട്ടിണിക്കാരനാണെങ്കിൽ അയാൾ യഥാർത്ഥ സമരഭടനായിരിക്കും. പഴയ പോക്കറ്റടിക്കാരൊക്കെ രക്ഷപ്പെട്ടു പോയി.
ശ്രീപത്മനാഭ, ഗുരുകാരണവന്മാരെ രക്ഷിക്കട്ടെ. ഗുരുവായൂരപ്പ, ആഞ്ജനേയ, കളരി പരമ്പര ദൈവങ്ങളെ. ഞാൻ അറിഞ്ഞില്ല. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്വിറ്റ് ഇന്ത്യ സമരം 1942. വാലിയൻ ജാലാബാഗ് 1919. വാലിയൻ ജാലാബാഗ് 1919. വാലിയൻ ജാലാബാഗ് അല്ല കുഞ്ഞെ, ജാലിയൻ വാലാബാഗ്. ആ, എന്തെങ്കിലും ആവട്ടെ. ജാലിയൻ വാലാബാഗ് 1919. ഒരു പേരൂടെ ഉണ്ടല്ലോ. ആ, ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ്. ഇനി ഒരാളൂടെ ഉണ്ട്. ദാദാബായി നവറോജി. ദാദാബായി നവറോജി. എടാ ബാവേ, ഓരോ പേരുകള്. തമ്പുരാനെ, ഇവിടുന്ന് ജയിച്ച് അവിടെ ചെല്ലുമ്പോ ഞങ്ങളുടെ ആ പെൻഷൻ കൃത്യസമയത്ത് കിട്ടാനുള്ള ഒരു നീക്കുപോക്കുണ്ടാക്കണം. ഇപ്പോ അതൊക്കെ ഒരു വകയാ. അതൊക്കെ ഞാൻ ഏറ്റാശാനെ. കുഞ്ഞേ, എന്തിനാടാ നീ ഇതൊക്കെ കാണാപ്പാടം പിടിച്ച് വിഷമിക്കുന്നത്? ദേ ഗാന്ധി സിനിമയുടെ കാസറ്റ്, ഇന്ത്യ ചരിത്രം കംപ്ലീറ്റ്, റിച്ചാർഡ് ബാർബറ. റിച്ചാർഡ് അറ്റൻബർ. പറഞ്ഞോലെ ഇത് മതിയല്ലോ. അപ്പൊ ആശാനെ, ആശാൻ പോയിട്ട് നാളെ വാ. ഇത് കളറാണ്. പിന്നെ കളറ്. ഭാരതാംബേ, ഞാൻ ഇന്ന് വരെ ആരോടെങ്കിലും യാചിക്കുന്നതോ അപേക്ഷിക്കുന്നതോ നീ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനത് ചെയ്തു. മുഖ്യമന്ത്രിയുടെയും പാർട്ടി പ്രസിഡന്റിന്റെയും ആ രാജശേഖരന്റെയും മുമ്പിൽ എന്റെ തൊലി ഉരിഞ്ഞു പോയി. ലക്ഷക്കണക്കിന് രൂപ വില പിടിപ്പുള്ള എസ്റ്റേറ്റ് അവരുടെ പേർക്ക് എഴുതി കൊടുത്തിട്ടും എനിക്ക് അവരോട് രാജിക്കേണ്ടി വന്നു. നിന്നെ ഒരു മന്ത്രിയാക്കാൻ. കൈ നീട്ടിയവർക്കെല്ലാം ഭിക്ഷ കൊടുത്ത് പാരമ്പര്യമുള്ള ഒരു താവഴി വന്ന് പിറന്നവരാണ് നീയും ഞാനുമെല്ലാം. നമുക്കിന്ന് പണവും പ്രതാപവും തമ്പുരാനുള്ള സ്ഥാനപ്പേരും മാത്രമേ ഉള്ളൂ. അധികാരമില്ല. പണമല്ല, അധികാരമാണ് ദൈവം. എനിക്കും എൻ്റെ അച്ഛനും നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചെടുക്കണം. അതിനുവേണ്ടി ആരുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ്. നീയും അതിന് തയ്യാറാവണം. നീ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി കൂലി കൂടുതൽ ചോദിക്കാൻ വരെ തൊഴിലാളികൾ ധൈര്യമായി. അതെല്ലാം അവസാനിക്കണം. നമ്മുടെ പഴയ രാജത്വത്തെക്കാൾ വലുതാണ ഇന്നത്തെ മന്ത്രിസ്ഥാനം. രാജാവിന് ആശ്രിത വാത്സല്യം വേണമായിരുന്നു. മന്ത്രിക്കത് വേണ്ട, തന്ത്രം മതി. നമ്മുടെ കിരീടവും ചെങ്കോലും എന്തിന്, പ്രിവി പേഴ്സ് പോലും തട്ടിപ്പറിച്ച രാഷ്ട്രീയക്കാരോടും നമ്മ ബഹുമാനിക്കാത്ത പൊതുജനത്തിനോടും നീ പകരം ചോദിക്കുന്ന കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. ഞാൻ പറഞ്ഞതെല്ലാം മഹീന്ദ്രന് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. അച്ഛാ, നാളെ പ്രചരണം തുടങ്ങുകയാണ്. നമ്മുടെ എസ്റ്റേറ്റിലെ സമരം അവസാനിപ്പിക്കണം. കാരണം അവരും ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരാണ്. മിനിമം കൂലി 11 രൂപയല്ലേ അവർ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് 12 രൂപ വെച്ച് കൊടുക്കാം. മിനിമം കൂലി 12 രൂപയോ? എന്തിന്? വിട്ടിത്തം പറയായിരിക്കും. വിഡ്ഢിത്തം അല്ല അച്ഛാ. വലിയ തമ്പുരാൻ 10 പൈസ കൂടുതൽ തരില്ല എന്ന് പറയുന്നു. അച്ഛൻ എതിർത്തിട്ടും 2 രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞ് ചെറിയ തമ്പുരാൻ സമരം അവസാനിപ്പിക്കുന്നു. തൊഴിലാളികളുടെ ഇടയിൽ എന്റെ സ്ഥാനം എന്തായിരിക്കും? തന്നെയുമല്ല, എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് ബന്ധമുള്ള തൊട്ടടുത്ത തോട്ടത്തിൽ 11 രൂപയെ മിനിമം കൂലിയുള്ളൂ.
നമ്മൾ 12 ആക്കിയാൽ അടുത്ത തോട്ടത്തിൽ തീർച്ചയായും സമരം വരും. ഇലക്ഷന്റെ ബഹളത്തിനിടയിൽ സമരം ഒതുക്കാൻ അയാൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതും ബാലറ്റ് പേപ്പറിൽ എനിക്ക് ഗുണം ചെയ്യും.